നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജനുവരി 30 ലോക കുഷ്ഠരോഗ ദിനം. കുഷ്ഠരോഗത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് സ്റ്റേറ്റ് ലെപ്രസി ഓഫീസർ ഡോക്ടർ എൽ ഷീജയാണ്. കേരള ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസിലെ പബ്ലിക് ഹെൽത്ത് വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ കൂടിയാണ് ഡോക്ടർ എൽ ഷീജ. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഡോക്ടർ, ഈ കുഷ്ഠരോഗത്തെ ഇക്കാലത്ത് കരുതിയിരിക്കേണ്ടത് എന്തൊക്കെയാണ്? ഇപ്പോഴും ഈ കുഷ്ഠരോഗം ഉണ്ടോ? ഇതിൽ എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ? അതെ, എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് കേരളത്തിൽ ഇപ്പോൾ കുഷ്ഠരോഗം ഉണ്ടോ എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, കുഷ്ഠരോഗം ഇപ്പോഴും ഉണ്ട്. പിന്നെ എങ്ങനെയാണ് ചിന്ത ഉണ്ടായെന്ന് വെച്ചാൽ 2005 ഇന്ത്യയിൽ കുഷ്ഠരോഗം ഒരു പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം അല്ല എന്നൊരു നിലയിലെത്തി WHO അങ്ങനെ ഡിക്ലെയർ ചെയ്തു. അതോടുകൂടി കുഷ്ഠരോഗം പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു എന്നൊരു തോന്നലാണ് പൊതുവിൽ ജനങ്ങൾക്കുണ്ടായത്. ഇതങ്ങനെയല്ല. വസ്തുവിൽ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്തു, പോളിയോ ഏകദേശം നിർമ്മാർജ്ജനത്തിൻ്റെ അടുത്തെത്തി. പക്ഷേ ഇവിടെ കുഷ്ഠരോഗം 10,000-ൽ 1 താഴെ എന്ന നിലയിലേക്ക് പോയപ്പോഴാണ് കുഷ്ഠരോഗം പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം അല്ല എന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും ഇതിവിടെ നിലനിൽക്കുന്നുണ്ട്. ഡോക്ടർ, അതുപോലെ ഈ രോഗം തിരിച്ചറിയാതെ പോകുന്നവരുണ്ടോ ഇപ്പോഴും? അതായത് ഈ രോഗലക്ഷണങ്ങളെ അവഗണിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഈ രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത്? ഇത് കുഷ്ഠരോഗം ശരിക്കും പറഞ്ഞാൽ ഒരു ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന, മൈക്രോ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് കുഷ്ഠരോഗം. ഇത് ശരിക്കും പറഞ്ഞാൽ വായുവിൽ കൂടിയാണ് പകരുന്നത്. അപ്പോൾ പകർന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നിറം മങ്ങിയതോ ചുമന്നു തടിച്ചതോ ആയ പാടുകൾ, അല്ലെങ്കിൽ എണ്ണമയമുള്ള ചർമ്മം, തടിച്ച മിനുസമുള്ള ചർമ്മം, കൈകാലിലെ മരവിപ്പ്, ഉണങ്ങാത്ത വേദനയില്ലാത്ത വ്രണങ്ങൾ, പിന്നെ ബലക്ഷയം, മസിലുകൾക്ക് ബലക്ഷയം ഉണ്ടാകുന്നുണ്ടുള്ള റിസ്റ്റ് ഡ്രോപ്പ്, ഫുഡ് ഡ്രോപ്പ്, കണ്ണുകൾ അടയാതിരിക്കൽ, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് പൊതുവേ ഈ കുഷ്ഠരോഗികൾ കാണിക്കാറുള്ളത്. ഇത് തിരിച്ചറിയുന്നതിന് സ്പർശനശേഷി ഇല്ലാത്ത പാടുകളായിരിക്കും. പക്ഷേ ഇത് പൊതുവേ ജനങ്ങളങ്ങനെ തിരിച്ചറിയണമെന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ, ഒരു ചെറിയ വെളുത്ത പാടുണ്ടാകുന്ന എത്ര നാൾ അവിടെ ഇരുന്നാലും അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുന്നില്ല. അതേസമയം ചുമയോ ശ്വാസം മുട്ടുവാണെങ്കിൽ ഉടൻ തന്നെ രോഗി ആശുപത്രിയിലെത്തും. ഇത് അങ്ങനെ കൊണ്ട് കാണിക്കണം നിർബന്ധമൊന്നുമില്ല. ചിലപ്പം അങ്ങനെ കുറച്ച് നാൾ അങ്ങനെ നിൽക്കും. അത് അങ്ങനെ പോയിട്ട് മസിലുകളുടെ ബലക്ഷയത്തിലോട്ട് വരുമ്പോഴാണ് പലപ്പോഴും തന്നെത്താൻ അവർ ആശുപത്രിയിലേക്ക് വരുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അതാണ് കുഷ്ഠരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാൻ താമസം വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഡോക്ടർ, അതുപോലെ തന്നെ ഈ മറ്റ് ത്വക്ക് രോഗങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെ ഈ കുഷ്ഠരോഗത്തെ വേർതിരിച്ചറിയാൻ സാധിക്കും? അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്പർശനശേഷി ഇല്ലാത്ത പാടുകളാണ് കുഷ്ഠരോഗത്തിലുള്ളത്. നമുക്ക് ശരിക്കും സംശയം തോന്നുന്നത് ജനിക്കുമ്പോൾ ജനിക്കുമ്പോൾ തന്നെ ചില ബർത്ത് മാർക്കുകളുണ്ടാകും, വെളുത്ത പാടുകളൊക്കെ ഉണ്ടാവും, അതുണ്ട്. പിന്നെ ഈ പാണ്ട് നമ്മൾ പറയുന്ന ഇത്, അതുപോലെ തേമ്മലുകൾ, അതുപോലെ മറ്റ് ഫംഗൽ ഇൻഫെക്ഷൻസ്, പലതരം ഡെർമറ്റൈറ്റിസ്, ചിലപ്പോൾ അലർജി കൊണ്ടുണ്ടാകുന്ന ഡെർമറ്റൈറ്റിസ് ആവാം, ചിലപ്പോൾ സെബോറിക് ഡെർമറ്റൈറ്റിസ് ആവാം, ചിലപ്പോൾ സോറിയാസിൻ്റെ ഡെർമറ്റൈറ്റിസ് ആകാം. ഇതൊക്കെ നമുക്ക് കുഷ്ഠരോഗത്തിൻ്റെ പാടുകളെ പോലെ സംശയം ഉണ്ടാകും. പക്ഷേ അതിനകത്തൊക്കെയും പ്രധാനമായിട്ടും കുഷ്ഠരോഗ ലക്ഷണമായിട്ട് വരുന്നത് സ്പർശനശേഷി ഇല്ലാത്ത നിറം മങ്ങിയ ചുവന്ന് തടിച്ച പാടുകൾ എന്നുള്ളതാണ്. കുഷ്ഠരോഗം പ്രധാനമായിട്ട് ബാധിക്കുന്നത് ചർമ്മത്തെ മാത്രമല്ല, ചർമ്മത്തെയും ഞരമ്പുകളെയുമാണ്, നെർവ്സിനെയുമാണ്. അപ്പം നെർവ്സിൻ്റെ ബാധിക്കുന്നുള്ള ലക്ഷണങ്ങളും കുഷ്ഠരോഗത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് ഉണ്ടാവും. തടിച്ച നെർവുകളും നെർവിൻ്റെ പരിശോധന കാര്യങ്ങളും സ്പർശന ശക്തി പരിശോധിക്കുന്നതിൻ്റെ പല ഘട്ടങ്ങളുമായിട്ടാണ് നമ്മളതിനെ ഡയഗ്നോസ് ചെയ്യുന്നത്. ഡോക്ടർ, ഈ കുഷ്ഠരോഗം പടരുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ ഈ പടരുന്നതിൻ്റെ തീവ്രത എത്രത്തോളം നമ്മളെ ബാധിക്കും? ഞാൻ നേരത്തെ സൂചിച്ചത് വായുവിൽക്കൂടെ പകരുന്ന രോഗമാണ്. അപ്പോൾ നമ്മളെപ്പോഴും വിചാരിക്കും ജലദോഷം വായുവിൽ കൂടി പകരുന്നു. പിന്നെ ഇപ്പോൾ എല്ലാവർക്കും ഓർമ്മയുള്ള സാധനം കോവിഡ് വായുവിൽ കൂടി പകരുന്നു. പക്ഷേ ഇത് വായുവിൽ കൂടി പകരുന്ന രോഗമാണെങ്കിലും അത്ര പെട്ടെന്നുള്ളൊരു പകർച്ചയുള്ളൊരു രോഗമല്ല കുഷ്ഠം. രോഗി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ആണ് ഇത്തരം അണുക്കൾ പുറത്തേക്ക് വരുന്നത്.
പക്ഷേ ഇത് 95 എക്സ്പോസ്ഡ് ആയിട്ടുള്ള 95% പേരിലും ഇത് രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ ഒരു 5% പേരിലാണ് ഇത് രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കുന്നത് തന്നെ അവരുടെ രോഗപ്രതിരോധ ശേഷിയെയും അവരുടെ ജനിതക ഘടനയും ഒക്കെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെ തടയാൻ പറ്റും? അല്ലെങ്കിൽ ഇപ്പോൾ ഈ രോഗിയുമായിട്ട് സമ്പർക്കം വന്നാൽ എത്ര നാൾ കഴിഞ്ഞാലാണ് ഈ ലക്ഷണങ്ങളൊക്കെ പുറത്തോട്ട് പ്രകടമാവുന്നത്? അതാണ്, രോഗിയിൽ രോഗാണു പ്രവേശിച്ചു കഴിഞ്ഞ് രോഗലക്ഷണങ്ങൾ പുറത്തു വരുന്ന സമയത്തിന് നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. സാധാരണ ജലദോഷപ്പനിക്കൊക്കെ ആണെങ്കിൽ ഒരാഴ്ച, അല്ലെങ്കിൽ ചിക്കൻ പോക്സിനാണെങ്കിൽ 2 ആഴ്ച അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷേ കുഷ്ഠരോഗത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻക്യുബേഷൻ പീരീഡ് വളരെ വലുതാണ്. 5 മുതൽ 7 വർഷം വരെ എടുക്കും. ചിലപ്പോൾ അത് 20 വർഷം വരെ പോയിന്നും ഇരിക്കാം. അപ്പോൾ അങ്ങനെ നീണ്ടൊരു ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞിട്ടാണ് കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കാണുന്നത്. പിന്നെ ഈ രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെയും അത് കണ്ടുപിടിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കാലതാമസം ഉണ്ടായി എന്നിരിക്കാം. പിന്നെ രോഗ ലക്ഷണങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ടെസ്റ്റുകളുള്ളത് ഈ ഈ പാടുകളിൽ നിന്ന് ചുരണ്ടിയെടുത്ത് മൈക്രോസ്കോപ്പിനടുത്ത് കൂടെ പരിശോധിച്ചാൽ തന്നെ രോഗാണുക്കളെ കണ്ടെത്താൻ കഴിയും. അപ്പം അങ്ങനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ എന്ത് ചെയ്യാം, അതിനകത്ത് വീണ്ടും സംശയം ഉണ്ടാകുന്നെങ്കിൽ ഈ ഏരിയ എന്നുള്ള ബയോപ്സി എടുത്തോ, അല്ലെങ്കിൽ പിന്നെ ഈ കുഷ്ഠത്തോടനുബന്ധിച്ച് തന്നെ അതിൻ്റെ അഫക്റ്റ് ചെയ്യുന്ന നെർവുകൾക്ക് തടിപ്പുണ്ടാവും. അത്തരം നെർവുകളിൽ നിന്ന് ബയോപ്സി എടുത്തുമൊക്കെ കുഷ്ഠരോഗ പരിശോധന കൺഫേം ചെയ്യാവുന്നതാണ്. ഡോക്ടർ, ഈ രോഗത്തിൻ്റെ സങ്കീർണതകൾ എന്തെല്ലാമാണ്? അതായത് ഇപ്പം നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സ നേടിയില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ സാധിക്കുന്നത്? ഈ കുഷ്ഠരോഗത്തിൻ്റെ നമ്മളെപ്പോഴും കാണുന്നത് അറപ്പോടും വെറുപ്പോടും കണ്ട ഒരു രോഗമാണ് കുഷ്ഠരോഗം. എന്തുകൊണ്ടാണ്? കുഷ്ഠരോഗത്തിൻ്റെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ലക്ഷണങ്ങളിലൊന്നും തന്നെ അറപ്പോടും വെറുപ്പോടും കാണേണ്ട കാര്യങ്ങളില്ല. കാര്യം വെച്ചാൽ നിറം മങ്ങിയ പാടുകൾ ദേഹത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത്ര അറപ്പോ. പക്ഷേ ഒരു കാര്യം ചെയ്ത് സങ്കീർണതകളിലേക്ക് പോകും. നെർവുകളെ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സങ്കീർണതകളിലേക്ക് പോകും. പിന്നെ ഉണങ്ങാത്ത വ്രണങ്ങളായിട്ടും, ഇപ്പോൾ കൈകാലുകൾ പിന്നെ മോതിരക്കൈ മുരടിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ പാട്ടാണ് നമുക്ക് ഓർമ്മയുള്ളത്. പിന്നെ കൈകളിങ്ങനെ കുരുടിച്ചു, കാല് കുരുടിച്ചു, അങ്ങനെയുള്ളത്. അപ്പോൾ ഈ നെർവിനെ അഫക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡയഗ്നോസ് ചെയ്തെങ്കിൽ മാത്രമേ ഈ രോഗം പൂർണ്ണമായിട്ടും ഭേദമാകുകയുള്ളൂ. ഈ നെർവിനെ അഫക്റ്റ് ചെയ്ത് വരുന്ന രോഗത്തിനെ, വിസിബിൾ ഡിഫോമിറ്റി ഉള്ള രോഗത്തിനാണ് നമ്മൾ ഗ്രേഡ് 2 ഡിഫോമിറ്റി തന്നെ. ഗ്രേഡ് 2 ഡിഫോമിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൂർവ്വസ്ഥിതിയിൽ ആകുന്നില്ല. അതാണ് നെർവിനുള്ള ഡാമേജ് ഉണ്ടായുള്ള ഒരു പ്രധാനപ്പെട്ട കുഴപ്പവും, അതാണ് അതൊരു സങ്കീർണതയും. അപ്പോൾ അങ്ങനെ ഞരമ്പിൻ്റെ സംവേദനക്ഷമത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മസിൽ വീക്കാവും. അതുപോലെ തന്നെ അതിൻ്റെ ഓട്ടോണോമസ് പാർട്ട് പോയാൽ സ്വെറ്റിംഗ് ഒക്കെ പോവും. അതുപോലെ തന്നെ തൊട്ടാൽ ചൂടും തണുപ്പൊക്കെ അറിയാത്ത അവസ്ഥയിലേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ വ്രണങ്ങളുണ്ടാവും, ക്രാക്കുകൾ, സ്കിന്നൊക്കെ തിക്കൻ്റായിട്ട് അതിനകത്ത് ക്രാക്കുകളുണ്ടാവും. അതൊന്നും രോഗിക്ക് മനസ്സിലാകില്ല. അപ്പോൾ വീണ്ടും വീണ്ടും അൾസേഴ്സ് വലുതായിക്കൊണ്ടിരിക്കും. ഓരോരോ ഭാഗങ്ങളായിട്ട് അടർന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും. അങ്ങനെയാണ് രോഗിയെ നമ്മൾ ഒരു ഭയാനകമായ, പണ്ട് ചികിത്സ ഇല്ലാതിരുന്ന കാലത്ത് ഭയാനകമായ അവസ്ഥയിലേക്ക് ആ രോഗി പൊയ്ക്കൊണ്ടിരുന്നതും വെറുപ്പോടെ നമ്മൾ നോക്കിക്കണ്ടതും ആ കുഷ്ഠരോഗത്തെയാണ്. എന്നാൽ ഇപ്പം കുഷ്ഠരോഗത്തിന് വ്യക്തമായ ചികിത്സയുള്ളതുകൊണ്ട് ഇത്തരം സങ്കീർണതകളിലേക്ക് അത് പോകുന്നില്ല. പിന്നെ മറ്റൊരു സങ്കീർണ അവസ്ഥ എന്ന് പറഞ്ഞാൽ കുഷ്ഠരോഗം ഡയഗ്നോസ് ചെയ്യുന്നതിന് മുമ്പോ കുഷ്ഠരോഗത്തിൻ്റെ ഡയഗ്നോസ് ചെയ്തതിന് ശേഷമോ ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് നിർത്തിയതിന് ശേഷമോ ഇതിന് ലെപ്ര റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇമ്മ്യൂൺ റിയാക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് കുഷ്ഠരോഗിക്കെല്ലാം ഇത് ഈ ഇമ്മ്യൂൺ റിയാക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നെർവുകൾക്ക്, നാഡികൾക്ക് ബലക്ഷയമാണ്, നാഡികൾക്ക് ക്ഷയമാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ ഫലമായിട്ട് മസിലുകൾക്ക് വീക്ക്നെസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു ലെപ്രസി ഡയഗ്നോസ് ചെയ്ത രോഗിക്ക് പെട്ടെന്ന് ഞരമ്പുകൾക്ക് വീക്ക്നെസ് ഉണ്ടാവുകയും മസിലുകൾക്ക് പവർ കുറയുകയും ചെയ്യുന്നെങ്കിൽ ഉടൻ തന്നെ അവർ ആശുപത്രി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതിന് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് 5-6 ആഴ്ച വരെ നീണ്ടു നിൽക്കുന്ന സ്റ്റീറോയിഡ് തെറാപ്പിയുടെ ആവശ്യമുണ്ട്. ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് ഇറക്കി കഴിയും. പക്ഷേ അതും ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാനായിട്ട് താമസം നേരുകയാണെങ്കിൽ ഈ ബലക്ഷയം ഇറക്കവറുകളായിട്ട് മാറും.
ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും ലെപ്രസിയിൽ നമ്മൾ കണ്ടുവരുന്ന കോംപ്ലിക്കേഷൻസ്. പിന്നൊന്ന് അപൂർവമായിട്ടത് റിലാപ്സിനും ഇടയ്ക്കാവുന്നുണ്ട്. റിലാപ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം പൂർണ്ണമായിട്ടും ചികിത്സ കഴിഞ്ഞ് വീണ്ടും രോഗം വരാനുള്ള സാധ്യതയും വളരെ ചെറിയ തോതിൽ നിലനിൽക്കുന്നുണ്ട്. ശരി, വ്യക്തമാണ് ഡോക്ടർ. അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവുകയാണ്. ഡോക്ടർ, ഈ കുഷ്ഠരോഗത്തെ എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കും? പ്രതിരോധം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എപ്പോഴും മനസ്സിലേക്ക് ഓടിയിരുന്നത് വാക്സിനുകളുടെ കാര്യമാണ്. കുഷ്ഠരോഗത്തെ സംബന്ധിച്ചോളം വാക്സിനുകൾ നിലവിലില്ല. പക്ഷേ നമുക്ക് പ്രതിരോധം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏർലി ഡിറ്റക്ഷൻ തന്നെയാണ്. എത്രയും നേരത്തെ കണ്ടെത്തുക. ആ കണ്ടെത്തിയ രോഗിയെ ഇപ്പോൾ നല്ല ട്രീറ്റ്മെൻറ്റ് ലഭ്യമാണ്. ആ ട്രീറ്റ്മെൻറ്റ് ഉപയോഗിച്ച് പൂർണ്ണമായിട്ട് ചികിത്സിക്കുക. അത്തരം രോഗികൾക്ക് ലെപ്ര റിയാക്ഷൻസോ വല്ലതും വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിലും കൃത്യമായിട്ട് ചികിത്സിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ മാർഗ്ഗം ഇതാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ആക്റ്റീവായിട്ട് നമ്മൾ പാസീവായിട്ട് രോഗി വരുന്നതിന് മാത്രം വെയിറ്റ് ചെയ്യാതെ ഇടയ്ക്ക് ചില സമയങ്ങളിൽ ആക്റ്റീവായിട്ടൊരു കേസ് സെർച്ച് വീട് വീടാന്തരം നടത്തി തന്നെ അവരെ കണ്ടെത്തി പ്രതിരോധിക്കേണ്ടി വരും. അതാണ് പ്രധാനപ്പെട്ട പ്രതിരോധ മാർഗം. അതാണ് നമ്മളിപ്പം ചെയ്തു വരുന്നത്. പിന്നെ രോഗത്തിൻ്റെ കോംപ്ലിക്കേഷനിലേക്ക് പോയി കഴിഞ്ഞാലുള്ള പ്രതിരോധ മാർഗം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഉണങ്ങാത്ത വേദനയില്ലാത്ത വ്രണങ്ങൾ. ഈ വ്രണങ്ങളുടെ കെയറിന് സംരക്ഷണത്തിന് പൂർണ്ണമായും രോഗിക്ക് സെൽഫ് കെയർ കിറ്റുകളും അതുപോലെ തന്നെ കാലുകൾക്ക് വേദനയൊന്നും അറിയാത്തതുകൊണ്ട് പെട്ടെന്ന് മുറിവുകളുണ്ടാവും. അതുകൊണ്ട് അവർക്ക് പ്രത്യേകമുള്ള MCR ചപ്പലുകളും ഇങ്ങനെയൊക്കെ കൊടുത്ത് ആ രോഗിയെ ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും സൗജന്യമായി ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടുണ്ട്. സർക്കാർ തലത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏതെല്ലാമാണ്, അല്ലെങ്കിൽ എന്തെല്ലാമാണ്? അതിൻ്റെ കാര്യങ്ങൾ കൂടെ ഒന്ന് വ്യക്തമാക്കൂ ഡോക്ടർ. സർക്കാരിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഏർലി ഡിറ്റക്ഷനാണ് എൻ്റെ പ്രധാനപ്പെട്ട പ്രതിരോധ പ്രവർത്തനം. സർക്കാർ നടത്തുന്ന 2005 കേസുകൾ 1/10,000 താഴെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ആക്റ്റീവായിട്ട് കേസുകൾ നടന്ന് കണ്ടുപിടിക്കുന്ന ആ ഒരു വെർട്ടിക്കൽ സിസ്റ്റം, ഡയഗ്നോസിന് വെർട്ടിക്കൽ സ്റ്റാഫുകളുണ്ടായിരുന്നു. ഇതിന് മാത്രമായിട്ട് അതൊക്കെ നിർത്തിയിട്ട് നമ്മൾ PHC വഴി മാത്രമായിട്ട് ചികിത്സിക്കുന്ന രീതിയിൽ അങ്ങനെ 2015 ആയപ്പോഴേക്കുമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കണ്ടെത്തിയത് ഈ ഗ്രേഡ് 2 ഡിഫോമിറ്റി ഉള്ള എന്നുവെച്ചാൽ വിസിബിൾ ഡിഫോമിറ്റി ഉള്ള ലെപ്രസി കേസുകളുടെ എണ്ണം ഒരു 2.5% നിന്ന് 4.8% വർദ്ധിച്ചു. എന്ന് വെച്ചാൽ ഡിറ്റക്ഷൻ റേറ്റ് കുറയുന്നു, ഏർലി ഡിറ്റക്ഷൻ റേറ്റ് കുറയുന്നു. അപ്പോൾ ഏർലി ഡിറ്റക്ഷൻ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് പല പ്രോഗ്രാമുകളും ആവിഷ്കരിച്ചത്. അതിലൊരു പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ് LCDC അഥവാ നമ്മൾ കേരളത്തിൽ അശ്വമേധം എന്ന് പറഞ്ഞ് ആചരിക്കുന്ന ലെപ്രസി കേസ് ഡിറ്റക്ഷൻ ക്യാമ്പയിൻ. അത് 2017 ആരംഭിച്ചത്. ആദ്യം ഇവിടെ കേരളത്തിനടുത്ത് 2018 വീട് വീടാന്തരം ഒരു സെർച്ച് ടീം, അതിനകത്തൊരു മെയിൽ വോളണ്ടിയർ ഉണ്ടാകും, ഒരു ഫീമെയിൽ വോളണ്ടിയർ ഉണ്ടാകും. ഇവർ രണ്ടുപേരും കൂടെ വീട്ടിൽ ചെന്ന് കുഷ്ഠരോഗത്തിന് ലക്ഷണമുള്ള ഫ്ലാഷ് കാർഡുകളായിട്ട് ചെന്നിട്ട് അത്തരത്തിലുള്ള ഏതെങ്കിലും ലക്ഷണങ്ങളുണ്ടോ എന്ന് അങ്ങളോട് ചോദിക്കുകയും അവരനുവദിക്കുമെങ്കിൽ അവരുടെ ദേഹപരിശോധന ചെയ്ത് അത്തരം ലീഷനുകൾ കണ്ടുപിടിച്ച് ഇതിനോട് സാദൃശ്യമുള്ള ലീഷനുകളുള്ളവരെ ഹെൽത്ത് സെൻറ്ററുകളിൽ എത്തിച്ച് പരിശോധിപ്പിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കുറേ ഡിഫറൻഷ്യൽ ഡയഗ്നോസ് പറഞ്ഞ് വിറ്റിലിയോഗോ ബർത്തനീവസ് അങ്ങനെ അല്ലെങ്കിൽ ചർമ്മരോഗം മറ്റ് ചർമ്മരോഗങ്ങൾ അതൊന്നും അല്ല എന്ന് PHC ഡോക്ടർ ഉറപ്പാക്കിയാൽ അതിനും വീണ്ടും സംശയമുള്ള രോഗികളെ ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് അയച്ച് അല്ലെ സ്ലിറ്റ് സ്കിൻ സ്മിയർ ടെസ്റ്റുകളൊക്കെ നടത്തി കൺഫേം ചെയ്ത് പൂർണ്ണമായിട്ടും ചികിത്സയ്ക്ക് വിധേയമാക്കുന്നു. ഇതാണ് അശ്വമേധം ക്യാമ്പയിൻ്റെ ലക്ഷ്യം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ് സ്പർശ് ലെപ്രസി അവയർനെസ് ക്യാമ്പയിൻ. അതും എല്ലാ വർഷവും ജനുവരി 30 ആൻറ്റി ലെപ്രസി ഡേ മുതൽ 14 ദിവസമാണ് നമ്മൾ ആചരിക്കുന്നത്. അത് കുഷ്ഠരോഗത്തെക്കുറിച്ചുള്ള മൊത്തമായ അറിവ് എല്ലാ ജനങ്ങളിലും എല്ലാ തട്ടിലെ ജനങ്ങളിലേക്കും എത്തിക്കുന്ന ഒരു ക്യാമ്പയിനാണ് സ്പർശ് ലെപ്രസി അവയർനെസ് ക്യാമ്പയിൻ. താഴെ തട്ടിലും കൗൺസിലർ, രാഷ്ട്രീയ നേതൃത്വം തുടങ്ങി മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പഞ്ചായത്തുകൾ, ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും എല്ലാ പൊതുജനങ്ങളും
ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് ഈ ലെപ്രസിൻ്റെ അവയർനെസ് കൂട്ടുക. കാരണം കുഷ്ഠം പൂർണ്ണമായിട്ടും ചികിത്സിക്കാവുന്ന രോഗമാണ്. അതിന് അവജ്ഞയോട് കാണേണ്ട കാര്യമില്ല. അതിനുള്ള ഡിസബിലിറ്റീസ് അഥവാ ഉണ്ടാവുകയാണെങ്കിൽ അതിനുള്ള പൂർണ്ണമായ കെയർ കൊടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും സർക്കാരിൽ നിലവിലുണ്ട്. ചികിത്സ പൂർണ്ണ സൗജന്യമാണ്. റീകൺസ്ട്രക്റ്റീവ് സർജറീസ് അവർക്ക് ആവശ്യമാണെങ്കിൽ അതും പൂർണ്ണമായി സൗജന്യമായി നൽകുന്നത്. ഇത്തരം കാര്യങ്ങൾ അവയർനെസ് നടത്തുന്ന മറ്റൊരു പ്രോഗ്രാമാണ് സ്പർശം. പിന്നെ നമ്മൾ നടത്തുന്ന ഒരെണ്ണം ഫോക്കസ് ലെപ്രസി ക്യാമ്പ്. ഗ്രേഡ് 2 ഡിഫോമിറ്റി ഉണ്ടാവുകയാണെങ്കിൽ ആ ഏരിയയിൽ നമ്മളൊരു 300 വീടിൽ, ചുറ്റുമുള്ള 300 വീട്ടിൽ ഒരു കോണ്ടാക്ട് ട്രേസിങ് നടത്തിയിട്ട് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ ആ വീടുകളിൽ പോയി കോണ്ടാക്ട് ട്രേസിങ് നടത്തിയിട്ട് പുതിയ കേസുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്താനുള്ള നടപടി സ്വീകരിക്കും. ഇത്തരം പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഗവൺമെൻറ് പ്രധാനമായിട്ടും ചെയ്തു വരുന്നത്. ഡോക്ടർ, ഇത് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുമോ? അതെ, ഞാൻ എപ്പോഴും സൂചിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യം എന്ന് വെച്ചാൽ ഇത് പൂർണ്ണമായിട്ടും ഇത് വെറും ഒരു ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന അണുവാണ്. ആദ്യം ഇതിന് ചികിത്സയ്ക്ക് വേണ്ടി കണ്ടുപിടിച്ച ഡ്രഗ് എന്ന് പറഞ്ഞാൽ ഡാപ്സോണാണ്. അത് പൂർണ്ണമായും ഫലപ്രദമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആദ്യ കാലഘട്ടത്തിൽ ചികിത്സ ഉണ്ടായിരുന്നില്ല. ആ സമയത്തും നമ്മൾ എന്ത് ചെയ്തു, ഈ രോഗികളെ സാനറ്റോറിയങ്ങളിലാണ് പാർപ്പിച്ചിരുന്നത്. കാരണം ഇത് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ അതൊരു പാപമാണ്. അതുകൊണ്ട് അങ്ങനെ അങ്ങ് മരിച്ചു പോകും, അവയവങ്ങൾ നഷ്ടപ്പെട്ട് മരിച്ചു. പിന്നെ ഡാപ്സോൺ കണ്ടെത്തി. പക്ഷേ ഡാപ്സോണിൻ്റെ ചികിത്സയിലും പൂർണ്ണമായ ഫലപ്രദമായിരുന്നില്ല. പക്ഷേ 83 മൾട്ടി ഡ്രഗ് തെറാപ്പി വന്നു. അവിടെയാണ് നമ്മുടെ കുഷ്ഠരോഗത്തിൻ്റെ ചികിത്സയ്ക്ക് ഗതി മാറിയത്. അത് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു അസുഖമായി മാറി. ചികിത്സിക്കുമ്പം ഈ രോഗികളെ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്: പോസി ബാസിലർ ലെപ്രസി എന്നും മൾട്ടി ബാസിലർ ലെപ്രസി എന്നും. ഈ പോസി ബാസിലർ ലെപ്രസി എന്ന് ഡയഗ്നോസ് ചെയ്യുന്ന കേസുകൾ നേരത്തെ തന്നെ കണ്ടുപിടിക്കുന്ന കേസുകളാണ്. അതിന് 6 മാസം ചികിത്സ മതിയാവും. മറ്റേത് മൾട്ടി ബാസിലറി 3 തരം മരുന്നുകൾ ഒഴിച്ചുള്ള ചികിത്സയാണ്. ഡാപ്സോൺ, റിഫാംപസിൻ, ക്ലോഫാസമിൻ എന്നിവയാണ് ഇതിൻ്റെ ചികിത്സയ്ക്കായിട്ട് കൊടുക്കുന്നത്. മൾട്ടി ഡ്രഗ് തെറാപ്പി 1 വർഷം വേണ്ടി വരും. എത്ര നാൾ കഴിക്കാൻ പറയുന്നു അത് കൃത്യമായിട്ടും കഴിക്കാനുള്ള ഉത്തരവാദിത്വം തീർച്ചയായിട്ടും രോഗി കാണിക്കണം. ആദ്യത്തെ ഒരു 3 പൾസൊക്കെ കഴിച്ചു കഴിയുമ്പോൾ തന്നെ രോഗപകർച്ച ഇല്ലാതാകുന്നുണ്ട്. രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയതായിട്ട് 2018 മുതൽ രോഗപ്രതിരോധത്തിന് വേണ്ടി റിഫാംപിസിൻ ഗുളിക കൊടുക്കുന്ന ഒരു രീതിയും ഗവൺമെൻറ് നടപ്പിലാക്കി വരുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ 2024 സെപ്റ്റംബർ മുതലാണ് ഈ കോണ്ടാക്റ്റുകൾക്ക് റിഫാംപസിൻ ഗുളിക കൊടുക്കുന്ന സംവിധാനം നിലവിൽ വന്നത്. പക്ഷേ ഇവിടെ ഒരു കുഴപ്പം എന്ന് വെച്ചാൽ രോഗി ഒരിക്കലും രോഗിയുടെ അസുഖം ഡിസ്ക്ലോസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അത്രയ്ക്ക് സ്റ്റിഗ്മയുള്ളൊരു അസുഖമായിട്ടാണ് ലെപ്രസി ഇപ്പോഴും നിലനിൽക്കുന്നത്. രോഗി സമ്മതിച്ചാൽ മാത്രമേ നമുക്കൊരു കോണ്ടാക്റ്റിനോട് പറഞ്ഞിട്ട് നിങ്ങൾ കോണ്ടാക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഗുളിക കൊടുക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഒരു ഗുളിക കഴിക്കുമ്പോൾ തന്നെ രോഗപകർച്ച നല്ലൊരു ശതമാനം കുറയ്ക്കാൻ കഴിയും. അതുകൊണ്ട് തീർച്ചയായിട്ടും റിഫാംപസിൻ ഗുളിക ഒഴിച്ചിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നമുക്ക് ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. വ്യക്തമാണ് ഡോക്ടർ. അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഡോക്ടർ ചോദിക്കുന്നത്. ഈ കുട്ടികളിലെ രോഗസാധ്യത എത്രത്തോളമാണ്? എന്തെല്ലാം മുൻകരുതലുകളാണ് എടുക്കേണ്ടത്? അതെ, കുട്ടികളുടെ ലെപ്രസി കുട്ടികൾക്ക് പെട്ടെന്ന് കൂടുതലായിട്ട് വരണം എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ കുട്ടികളിൽ ലെപ്രസി കണ്ടുപിടിക്കുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ മുതിർന്നവരിൽ ഒളിഞ്ഞു കിടക്കുന്ന ലെപ്രസി ഉണ്ട് എന്നുള്ളതാണ്. അപ്പം കേരളത്തിൽ നമ്മൾ ആക്റ്റീവായിട്ട് കേസ് കണ്ടുപിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് LCDCക്ക് പുറമെ ബാലമിത്ര എന്നൊരു പ്രോഗ്രാം കൂടി 2022 നമ്മൾ ആക്റ്റീവായിട്ട് നടത്തിയിരുന്നു. എല്ലാ സ്കൂളുകളിലും എല്ലാ അംഗൻവാടികളിലും മൊത്തം കുട്ടികളെയും പരിശോധിച്ചപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഒരു 33 കുട്ടികളെ കേരളം ഒട്ടാകെ പല ജില്ലകളിലായിട്ട് കേസുകൾ കണ്ടെത്താൻ കഴിഞ്ഞു. അതുപോലെ കഴിഞ്ഞ വർഷവും നമ്മൾ 30 കുട്ടികൾ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെയും 19 കുട്ടികൾ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളുടെ ലെപ്രസി ഉണ്ട് എന്ന് പറയുമ്പം നമ്മൾ തീർച്ചയായിട്ടും ആ ഭാഗത്ത് കൂടുതൽ നന്നായി പരിശോധന നടത്തേണ്ടി വരും. കാരണം മുതിർന്നവരിൽ കുറച്ച് നമ്മൾ കണ്ടുപിടിക്കപ്പെടാത്ത ലെപ്രസി ഉണ്ടെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. മുൻ വർഷങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, വയനാട് ഇങ്ങനെ കുറേ ജില്ലകളിൽ 5 വർഷത്തോളമായിട്ട്
കുട്ടികളിൽ കേസുകൾ കിട്ടാതിരുന്ന ജില്ലകളാണ്. അതിൽ കോട്ടയത്തിനും ഇടുക്കിക്കും ഈ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് പുതിയ കുട്ടികളുടെ കേസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ LCDC പോലുള്ള ക്യാമ്പയിൻ വരുമ്പം നമ്മൾ വളരെ ആക്റ്റീവായിട്ട് മൊത്തം വീടുകളിലും കവർ ചെയ്തേണ്ട ഒരാവശ്യമുണ്ട്. കുട്ടികളുടെയും പ്രതിരോധം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് ഡയഗ്നോസ് ചെയ്താൽ നമ്മൾ പ്രതിരോധം കൊടുക്കുന്നത് വീട്ടിൽ തന്നെ ഉള്ള കോണ്ടാക്റ്റുകൾക്ക്, ക്ലോസ് കോണ്ടാക്റ്റുകൾക്ക് പ്രതിരോധ ഗുളിക റിഫാംബിസിൻ ഞാൻ പറഞ്ഞത് കൊടുക്കും. അതുപോലെ 20 മണിക്കൂർ, ഒരാഴ്ചയിൽ 20 മണിക്കൂറിൽ കൂടുതൽ ഒരു തൊഴിലിടത്തിലോ ഒരു സ്കൂളിലോ അവർക്ക് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള മൊത്തം പേർക്കും നമ്മൾ ഈ പ്രതിരോധ ഗുളിക കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സ്കൂളുകളിലോ അല്ലെങ്കിൽ ചിലപ്പം ഹോസ്റ്റലുകളിലോ ഒക്കെ താമസിക്കുന്ന കുട്ടികളാകുമ്പം 20 മണിക്കൂർ കൂടുതൽ കോണ്ടാക്റ്റ് വരുന്നവരാണ്. അങ്ങനെയുള്ളവർക്കും നമ്മൾ പ്രതിരോധത്തിനായിട്ട് റിഫാംബിസിൻ പോലുള്ള റിഫാംബിസിൻ അതിൻ്റെ കൃത്യമായ ഡോസ് നമ്മൾ നിർവഹിച്ച് കൊടുത്തിട്ടുണ്ട്. ആ റിഫാംബിസിൻ ഗുളിക ഫ്രീ ആയിട്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ഇത്തരം ഗുളിക കൊടുക്കുന്നത് പ്രതിരോധത്തിന് വളരെ ഉപകാരപ്രദമാണ്. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും സ്റ്റീഫൻ ആണ്. സ്റ്റീഫൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ, പറഞ്ഞോളൂ. ഈ ലെപ്രസിയുടെ സ്റ്റിഗ്മ മാറ്റിയെടുക്കാൻ ഗവൺമെന്റ് ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അവയർനെസ് നടത്തുന്നുണ്ടോ? അതെ, തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു സ്റ്റീഫൻ, ജനുവരി 30 മുതൽ ഫെബ്രുവരി 12 വരെ 14 ദിവസക്കാലം സ്റ്റിഗ്മ മാറ്റാനുള്ള വിവിധതരം ക്യാമ്പയിനുകളാണ് നമ്മൾ എല്ലാ വർഷവും നടത്തി വരുന്നത്. ഈ വർഷവും സ്റ്റേറ്റ് തലത്തിലും ജില്ലാ തലത്തിലും ബ്ലോക്ക് തലത്തിലും ഇപ്പം പഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലും വരെ ഈ ദിവസം ജനുവരി 30 ഒരു ഇനോഗ്രേഷൻ മീറ്റിംഗ് വെച്ചിട്ടാണ് നമ്മൾ നടത്തുന്നത്. കാരണം അത്രയും പേര് അതിനകത്ത് അവെയറാകണം. അതുപോലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചും അംഗൻവാടികൾ കേന്ദ്രീകരിച്ചും അല്ലാതെ ബാക്കി എല്ലാ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും നമ്മൾ നടത്തുന്നുണ്ട്. ഇതിന് പുറമെയാണ് വിവിധ തരം ആക്ടിവിറ്റികളും ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ നേതൃത്വത്തിൽ എല്ലാ ഫീൽഡ് തലത്തിലും ഇതിൻ്റെ അവെയർനെസ് ക്ലാസ്സുകളും റോഡ് ഷോകളും ഇങ്ങനെ പല വിവിധ തരം പരിപാടികൾ ഈ പരിപാടിയായിട്ട് ചേർത്ത് ആസൂത്രണം ചെയ്ത് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. പ്രേക്ഷകൻ വ്യക്തമായി മനസ്സിലാക്കുന്നു. ഡോക്ടർ, ഈ ലോക കുഷ്ഠരോഗ ദിനത്തിൽ ഈ വർഷത്തെ സന്ദേശം എന്താണ്? അതായത് സംസ്ഥാനത്ത് ഇതിൻ്റെ നിർമ്മാർജ്ജനവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്? നമുക്കൊത്തൊരുമിക്കാം, അതിനെ ലെപ്രസിയെ എലിമിനേറ്റ് ചെയ്യാം. അതാണ് ഈ വർഷത്തെ സന്ദേശം. അച്ഛാ, ഒറ്റയ്ക്കുള്ള പ്രവർത്തനങ്ങളല്ല, എല്ലാ വിഭാഗക്കാരും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓരോ ജനത്തിനും ഇതിനായിട്ട് ഒരു കർമ്മ പദ്ധതി ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്. ഓരോ വീട്ടിലുള്ളവരും, ഓരോ വ്യക്തിയും, ഓരോ വാർഡ് മെമ്പറും, ഓരോ വാർഡിലെ ഏരിയയിലെ ആൾക്കാരും എല്ലാവരും പലവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ, ആരോഗ്യവകുപ്പ് മാത്രം വിചാരിച്ചാൽ ഇതിനെ പ്രതിരോധിക്കാനോ തുരത്താനോ കഴിയില്ല. പക്ഷേ ഒരുമിച്ച് നിന്നാൽ നമുക്കിതിനെ 5 വർഷം തുടർച്ചയായിട്ട് ലെപ്രസി ഒരു ഏരിയയിൽ ഇല്ലെങ്കിൽ, കുട്ടികളിൽ 5 വർഷം തുടർച്ചയായിട്ടില്ലെങ്കിൽ അത് അവിടെ ട്രാൻസ്മിഷൻ പൂർണ്ണമായും പൂജ്യമായി എത്തിയെന്നാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെ 2027 അങ്ങനെ എത്തിച്ചേരുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യം. അതിനെ തുടർന്നുള്ള 3 വർഷം വീണ്ടും മുതിർന്നവരിൽ ലെപ്രസി കാണുന്നില്ല എങ്കിൽ അത് എലിമിനേറ്റഡ് ആയി എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ അതിനു വേണ്ടി കുഷ്ഠരോഗത്തെ നിവാരണത്തിലേക്ക് കൊണ്ടുപോകാനും കുഷ്ഠരോഗമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നമുക്ക് കടക്കാനും നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാം, ആക്ട് ചെയ്യാം, കുഷ്ഠരോഗത്തെ എലിമിനേറ്റ് ചെയ്യാം. ഇതാണ് ഈ വർഷത്തെ സന്ദേശം. വ്യക്തമാണ് ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, നമ്മളോടൊരു പ്രേക്ഷക ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്നും ഷീല ചേരുന്നുണ്ട്. ഷീല, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ 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 മാഡം. ഞാൻ മാഡത്തിന്റെ ഇത് കണ്ടപ്പോ എനിക്കൊരു സംശയം വന്നിട്ടാണ് വിളിക്കുന്നത്. എനിക്ക് ഒരു 6-7 മാസമായിട്ട് മേലെ ആ സകല ഒരു ചൊറി, അതായത് വെറുതെ ഇങ്ങനെ ചൊറിയ, തടിപ്പൊന്നുമില്ല. അതായത് തലേന്ന് തുടങ്ങിയിട്ട് കാലിന്റെ അടി വരെ ചൊറിച്ചിലാണ്. കാലിന്റെ വിരല് എല്ലാം ചൊറിയൂ, പക്ഷെ ഒന്നും കാണാനില്ല.
അങ്ങനെ ഞാൻ ഡെർമറ്റോളജിസ്റ്റ് അടുത്ത് പോയിട്ട് മരുന്നെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ 7 മാസമായി ഈ മരുന്നുകൾ കഴിക്കുന്നുണ്ട്. ആ പക്ഷെ അത് മരുന്ന് നിന്ന് കഴിഞ്ഞാല് ലിവോസെട്രോസിൻ എന്ന് പറഞ്ഞ മരുന്നാണ് കഴിക്കുന്നത്. കഴിക്കുന്നത്. ആ ആ മരുന്ന് നിന്ന് കഴിഞ്ഞാല് പിന്നെ ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ അതേപോലെ വരും. തലേന്ന് മുതൽക്ക് മേലാസകലം കാലിന്റെ അടി വരെ വീണ്ടും വീണ്ടും വരും. അങ്ങനെ പിന്നെ കുറെ മരുന്ന് അത് തന്നെ കഴിച്ചപ്പോ പിന്നെയും ഡോക്ടറെ അടുത്ത് ഇങ്ങനെ ഇടക്കിടക്ക് പോകാറുണ്ട്. അത് ഞാൻ തിരിച്ചും മറിച്ചും വരുന്നത്. ആ അത് കഴിച്ചിട്ട് നിൽക്കുമ്പോ അത് കഴിക്കുമ്പോ എനിക്ക് പ്രശ്നമില്ല. അത് നിർത്തി കഴിഞ്ഞാൽ അന്നപ്പോ വീണ്ടും തുടങ്ങും. അപ്പൊ മേഡപ്പം ഇതില് ടിവിയിൽ പറയുന്നത് കേട്ടപ്പോ എനിക്കൊരു സംശയം കൊണ്ട് ഞാൻ മേഡത്തിന് തീർച്ചയായിട്ടും അത് സംശയം കേട്ടിടത്തോളം തന്നെ തോന്നുന്നത് ഒരിക്കലും ലെപ്രസി ആവാനുള്ള സാധ്യതയില്ല. ലെപ്രസി ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ചൊറികളും ചൊറിച്ചിലായിട്ടൊന്നും നിൽക്കാറുള്ളത് മിക്കവാറും ഏതെങ്കിലും ടൈപ്പ് അലർജി ആയിരിക്കും. എന്ത് അലർജി എന്ന് കണ്ടെത്താൻ പറ്റാത്തതാണ് അതിനകത്തൊരു കാരണം. ഭക്ഷണത്തിൽ നിന്നാവാം, ചിലപ്പം സൺലൈറ്റ് എക്സ്പോഷർ കൊണ്ടാവാം, അല്ലെങ്കിൽ നല്ല ഡ്രൈ സ്കിൻ ആവുന്നത് കൊണ്ടും ആകാം. അപ്പം സ്കിന്നിന് എണ്ണമയം പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഓരോ ഭക്ഷണ സാധനങ്ങൾ ഓരോന്നായിട്ട് മാറ്റി നോക്കുക. ചിലപ്പോൾ ആദ്യം തൈരും ചോറും മാത്രം കൂട്ടി നോക്കുക, പിന്നെ വേറെ എന്തെങ്കിലും ആഡ് ചെയ്ത് നോക്കുക. ഇങ്ങനെ ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഏതെങ്കിലും ഭക്ഷണത്തിലെ ഏതെങ്കിലും കാര്യത്തിനോട് അലർജി ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഏതെങ്കിലും മരുന്നുകൾ കഴിക്കുമ്പോഴുള്ള അലർജി ഉണ്ടാകുന്നുണ്ട്, അങ്ങനെ ഏതെങ്കിലും. പിന്നെ ഉണ്ടാകുന്ന ഇപ്പം നമ്മൾ കോമൺ ആയിട്ട് കാണുന്നൊരു കാര്യം സൂര്യപ്രകാശത്തിന് പോലും അലർജി ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അതിലേതെങ്കിലും ആണോ എന്ന് നോക്കുക. മിക്കവാറും ഒരു പീരീഡ് കഴിഞ്ഞിട്ട് അത് അങ്ങ് തന്നെ സബ്സൈഡ് ചെയ്ത് വരുന്നതായിട്ടും നമ്മൾ പൊതുവേ കാണാറുണ്ട്. പിന്നെ ഡ്രൈ സ്കിന്നാണ് പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം. ഡ്രൈ സ്കിന്നാണെങ്കിൽ നല്ല എണ്ണമയം ആയിട്ട് സ്കിൻ നിലനിർത്താൻ ശ്രമിച്ചാലും ഇത്തരം കാര്യങ്ങൾ വരുന്നതും ഈ ഗുളികൾ സിട്രസിൻ പോലെ ഗുളികൾ കഴിക്കുന്നത് കുറച്ചുകൊണ്ട് വരുവാനേ കഴിയും. ശരി ഡോക്ടർ, പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുഷ്ഠരോഗത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഹലോ ഡോക്ടറിലൂടെ ഇന്ന് നമ്മൾ സംസാരിച്ചത്. നമുക്കൊപ്പം ഉണ്ടായിരുന്നത് സ്റ്റേറ്റ് ലെപ്രസി ഓഫീസർ ഡോക്ടർ AL ഷീജയായിരുന്നു. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി.